2024-25 അധ്യയന വർഷത്തിലെ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിച്ച എല്ലാവരും തന്നെ അവരുടെ സ്വപ്ന സമാനമായ കോളേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 90% ഗവൺമെൻറ് മേഖലയിലെ MBBS സീറ്റ് തീരുന്ന അല്ലെങ്കിൽ ഉറപ്പാകുന്ന ഒരു സമയമാണ് ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ്. ഇനി നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജിൽ പ്രവേശനം കിട്ടി, അവിടെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഈ ഓൾ ഇന്ത്യ കോട്ട MBBS മാത്രമേ ഇത്രയധികം വേരിയേഷൻ വരികയുള്ളൂ. 1 രൂപ പോലും FMCയിൽ ചിലവില്ല. യാത്രാ ചിലവോ ട്യൂഷൻ ഫീസോ ഫുഡിനോ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതിനോ ഒന്നിനും പൈസ ഇല്ലാതെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലോട്ടാണ് അവർ കടന്നു പോകുന്നത്. കേരള കോട്ടത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ടൊക്കെ TC കിട്ടാനായിട്ട് പാടാണ്, അല്ലെങ്കിൽ പൈസ ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് യഥാർത്ഥത്തിൽ തീർന്നു. ഇനി എഞ്ചിനീയറിങ്ങിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും എഞ്ചിനീയറിങ്ങിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോയാലും അവിടെ അടച്ച തുക മുഴുവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഡീംഡ് കോളേജിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ അടച്ചു. ഡീംഡ് കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നു, നമ്മൾ എടുത്തില്ലെങ്കിൽ 2 ലക്ഷം രൂപ പോയി. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 111ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. ശിവൻ സാർ, തീർച്ചയായിട്ടും ശിവൻ സാറിൻ്റെ ലൈവുകളിലൊക്കെ ശിവൻ സാറ് പങ്കുവെച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ വാരം എന്ന് പറയുന്നത് മെഡിക്കൽ അലോട്ട്മെൻറ്റ് മേഖലയിലൊക്കെ വളരെ നിർണായകമായ ഒരാഴ്ചയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് 2024-25 അധ്യയന വർഷത്തിലേക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിച്ച് തയ്യാറെടുത്ത വിദ്യാർത്ഥികളുടെ വിവിധ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഏതുമാകാം, ഇപ്പം CUET ആകാം, നീറ്റ് ആവാം, അല്ലെങ്കിൽ +2 മാർക്ക് അനുസരിച്ചുള്ള BSc നഴ്സിംഗ് പ്രവേശനങ്ങൾ, ഏത് മേഖലയാണെങ്കിലും, ഇനി അതല്ല B.Pharm, എൻജിനീയറിങ്, ഏത് മേഖലകൾ എടുത്താലും 2024-25 അധ്യയന വർഷത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ആഴ്ചയാണ് ഈ സെപ്റ്റംബർ 1 and 2 ആഴ്ചകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ സാർ, ഈ ഒരു വാരത്തെ എങ്ങനെ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ നിരവധി സാർ ഈ പറഞ്ഞ പോലെ ഓരോ മേഖലയും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെങ്ങനെ ഈ ഒരു ആഴ്ചയെ നോക്കിക്കാണും, എങ്ങനെയായിരിക്കണം അവരുടെ ഭാഗത്തുനിന്നൊരു സമീപനം? നമുക്ക് ഏറ്റവും അറിയാം, നമ്മളിപ്പം നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഏറ്റവും അധികം ആഗ്രഹം ഗവൺമെൻറ് മേഖലയിലുള്ളൊരു MBBS തന്നെയാണ്. നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ MBBS കിട്ടണമെങ്കിൽ 2 ചാനലുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം, മറ്റൊന്ന് അതാത് സ്റ്റേറ്റുകളുടെ പ്രവേശനം. അതിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്ന ആഴ്ചയാണ് ഈ സെപ്റ്റംബർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ച. അപ്പം ഏതാണ്ട് 90% വിദ്യാർത്ഥികളും അവരുടെ അഡ്മിഷൻ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കറിയാം, നമുക്കൊരു 2 ആഴ്ച മുമ്പ് വരെ നമ്മുടെ പേരൻസിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളം കൺസേൺസ് ഉണ്ടായിരുന്നു. ഏത് കോളേജുകളാണ് ബെറ്റർ, എൻ്റെ മാർക്കിനനുസരിച്ച്, എൻ്റെ റാങ്കിനനുസരിച്ച്, എനിക്ക് റിസർവേഷൻ അനുസരിച്ച് ധാരാളം കോളേജുകളെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്കൊരു പ്രത്യേകത, എല്ലാ വർഷവും കാണുന്ന പ്രത്യേകത തന്നെയാണ്, നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ, അത് കേരള വഴിയാകാം, ഓൾ ഇന്ത്യ വഴിയൊക്കെ ആകാം, ഒരു കോളേജിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നെ ആ പണ്ടത്തെ റാങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള അതിന് മുമ്പല്ല അല്ലെങ്കിൽ മറ്റേ കോളേജുകളിൽ കിട്ടാവുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചോ ഒന്നും അവർ യാതൊരു തരത്തിലും വറി ചെയ്യുന്നില്ല. അവരാ കിട്ടിയതിനെ ഏറ്റവും അധികം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എല്ലാ വർഷവും കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇപ്പം നീറ്റ് കഴിയുമ്പോൾ ഉടനെ അവരുടെ റാങ്കിനൊക്കെ അനുസരിച്ച് ഏത് കോളേജുകളായിരിക്കും, ഇന്ന കോളേജിനേക്കാളും ഇന്ന കോളേജ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ബെറ്ററായിട്ടുള്ളത് തീർച്ചയായിട്ടും പറയുമെങ്കിലും നമുക്കറിയാം, ഇവർ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പം ആ കോളേജ് അവർക്കറിയാം ഏറ്റവും അധികം അവരവർക്ക് ചേരുന്നതാണ്. അവരവരുടെ ഗവൺമെൻറ് മേഖലയിലുള്ള MBBS എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും ഈ ക്യാമ്പസുകൾക്കെല്ലാം സാധിക്കും. കാരണം ഇതെല്ലാം ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളാണ്. ഒരു തരത്തിലുള്ളൊരു മോശാവസ്ഥ എന്ന് പറയുന്നതില്ല. അപ്പം പക്ഷേ ഇവർ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളിലെ റാങ്കുകളോ അല്ലെ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഇവർക്ക് പേടിയാണ്, നമുക്ക് ഏറ്റവും നല്ലത് തന്നെ കിട്ടുകയും ചെയ്യണം. പക്ഷേ അതൊക്കെ മാറ്റം വന്ന് എല്ലാവരും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള റാങ്കിനൊക്കെ അനുസരിച്ച് ആദ്യത്തെ ഘട്ടത്തിലെ കോളേജ് ക്യാമ്പസൊക്കെ കണ്ടു. ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ട് എല്ലാവരും കോളേജ് ക്യാമ്പസൊക്കെ പോയി കണ്ടു. കുറേ പേര് എടുത്തില്ല. കേരള അലോട്ട്മെൻറ്റ് വന്നു. ആ അലോട്ട്മെൻറ്റ് വന്നവരെല്ലാം ക്യാമ്പസ് അഡ്മിഷൻ എടുത്തു. ഇനി രണ്ടാം ഘട്ടത്തിൽ അല്പം കൂടി റാങ്കിനേക്കാളും ബെറ്ററുള്ള കോളേജ് നോക്കുന്നു. ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെന്ന് ചേരുമ്പം ഒരു 90% ആൾക്കാരും ആ കോളേജ് ഉറപ്പിക്കും. ഇനി ഇതിനേക്കാൾ എനിക്ക് ബെറ്റർ കിട്ടിയേക്കാം, ഈവൻ എയിംസ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ തന്നെയുള്ള മറ്റു കോളേജ് കിട്ടും. പക്ഷെ അത് വേണ്ട, ഇത് മതി, ഇതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തീരുമാനിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പറയുന്നത്, ഏതാണ്ട് 90% ഗവൺമെൻറ് മേഖലയിലെ MBBS സീറ്റ്
തീരുന്ന അല്ലെങ്കിൽ ഉറപ്പാകുന്ന ഒരു സമയമാണ് ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ്. മറ്റ് സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജിൽ പ്രവേശനം കിട്ടി, അവിടെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും മറ്റ് അലോട്ട്മെൻറ്റുകളിലോട്ട് പോകാൻ പറ്റാത്തൊരു സമയമാണ്. അപ്ഗ്രഡേഷൻ പറ്റും, പക്ഷേ നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് മാറി ഓൾ ഇന്ത്യയിലേക്കോ, ഓൾ ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് മറ്റ് സ്റ്റേറ്റുകളിലോട്ടോ അങ്ങനെയൊന്നും പോകാൻ മേലാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഈ രണ്ടാം ഘട്ടം മുതൽ. അതും ഇതിൻ്റെ ഘടകം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ആദ്യത്തെ ഒരു 25,000-ഓളം റാങ്കുള്ള കുട്ടികളും ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഗവൺമെൻറ് മേഖലയിൽ കിട്ടിയവരുടെയൊക്കെ ഏതാണ്ട് 90% സീറ്റുകൾ ഉറപ്പാകുന്ന, അതേത് സ്റ്റേറ്റും ആകാം, കേരളമോ കർണാടകയോ തമിഴ്നാടോ മഹാരാഷ്ട്രയോ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അതാത് സ്റ്റേറ്റ് കോട്ടകളുടെയും ഓൾ ഇന്ത്യ കോട്ടകളുടെയും എയിംസിൻ്റെയും ഒക്കെ 90% സീറ്റുകളും ഫില്ലാകുന്ന ആഴ്ചയാണ് ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കറിയാം മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഇനി ഒരു 1000-ഓളം സീറ്റുകളൊക്കെ വേക്കൻറ്റ് വരികയും അതിനനുസരിച്ച് കുറേ കൂടിയൊക്കെ റാങ്കിങ്ങിൽ മാറ്റങ്ങളൊക്കെ വരും. എങ്കിൽ പോലും സീറ്റിൻ്റെ എണ്ണത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കുട്ടികൾക്കും ഒരു സീറ്റ് ലഭിക്കുകയും ഈ ഒരു റാങ്കിങ്ങിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റിസർവേഷൻ കൊണ്ട് കിട്ടാവുന്ന ഒരു ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കോളേജ് കിട്ടുകയും അവിടെ പ്രവേശനം ഉറപ്പാകുകയും ചെയ്യുന്നതാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഒരു 10% സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയും ചിലരൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടൊക്കെ വരികയും ചെയ്യും. കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇനി ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വെച്ചിട്ടാണ്, ഇപ്പോൾ CUET-യുടെ മാർക്ക് വെച്ചിട്ടില്ല ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ, അതിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് വന്നു. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് മുഴുവൻ ആൾക്കാരും തന്നെ പ്രവേശനം നേടും. കാരണം അവർക്ക് ആ ഒരൊറ്റ ചാനലിലൂടെ മുമ്പോട്ട് പോകാനായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി ഈ ഓൾ ഇന്ത്യ കോട്ട MBBS-ൽ മാത്രമേ ഇത്രയധികം വേരിയേഷൻ വരികയുള്ളൂ. കാരണം അവർക്ക് 2 സാധ്യതയുണ്ട്. MBBS BDS ഓൾ ഇന്ത്യ ലെവലിൽ ചേരുമ്പം അവർക്ക് അതാത് സ്റ്റേറ്റിലോട്ടും കൂടെ മാറാവുന്നത് കൊണ്ടാണ് ഇത്രയധികം റാങ്കിങ്ങിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ 13,900 വരെ ഓൾ ഇന്ത്യ കോട്ട MBBS തീർന്നിട്ടുള്ളൂ. പക്ഷേ അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 5,000-ഓളം വ്യത്യാസം, ഒരു 18,800 അല്ലെങ്കിൽ 19,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ തമിഴ്നാട് പോകും. കർണാടക 20,000 കഴിഞ്ഞ് പോകും. ആന്ധ്ര തെലുങ്കാന 23,000 വരെയൊക്കെ പോകും. അപ്പോൾ ആ ഒരു വേരിയേഷൻ വരുന്നത് ധാരാളം കുട്ടികൾ അതാത് സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളിലും CUET വഴിയുള്ള ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ, കേരള മെഡിക്കൽ റാങ്ക് കൊണ്ടുള്ള കേരളത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളുടെയും പ്രൈവറ്റ് സീറ്റുകളുടെ അലോട്ട്മെൻറ്റുകൾ, അങ്ങനെയുള്ളതിനെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഈ 90% സീറ്റുകളും അലോട്ട്മെൻറ്റ് നടക്കുകയും പിന്നെ ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ വരികയുള്ളൂ. CUET-യുടെ മാർക്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം വന്നു. നീറ്റിൻ്റെ മാർക്ക് അനുസരിച്ച് തന്നെ ഓൾ ഇന്ത്യ വെറ്റിനറി പ്രവേശനം, ഇത് അലോട്ട്മെൻറ്റ് വരുന്നു. കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ 11 പ്രോഗ്രാമുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെ കേരളത്തിലെ സീറ്റുകൾ, അതിൻ്റെ പ്രവേശനം വരുന്നു. AFMC MBBS-ൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നു. എല്ലാ സ്റ്റേറ്റുകളുടെയും സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റുകൾ വന്നു. അങ്ങനെ ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിച്ചവരുടെ ഏതാണ്ട് അവരവരുടെ റാങ്കിനും റിസർവേഷനും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഒരു സീറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എത്താൻ പോകുന്നത്. ഇനിയൊരു ചെറിയ വേരിയേഷൻ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ അതിൽ നിന്നും. അപ്പം വീണ്ടും സാഹചര്യമുണ്ട് മൂന്നാം ഘട്ടത്തിലോട്ട് പോകാനും. ഒരു സീറ്റും കിട്ടാത്തവർക്ക് സ്റ്റേ വേക്കൻസി ഒക്കെ ഉണ്ട്. ഒക്ടോബർ 30 കൊണ്ട് മാത്രമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുകയുള്ളൂ. പക്ഷേ 90% ഈ രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റ് നിൽക്കുകയും അവിടെ തന്നെ പഠിക്കാനുള്ള സാഹചര്യമാണ്. ആ ക്യാമ്പസ് ഇഷ്ടപ്പെടും. കാരണം അത്രയധികം അവർക്ക് ആപ്റ്റായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പരാമർശിക്കുന്നത് എപ്പോഴും. സാർ, ഇപ്പോൾ MBBS BDS-ൻ്റെ ഒക്കെ ആണെങ്കിലും ആദ്യഘട്ട അലോട്ട്മെൻറ്റ് വന്നു കേരളത്തിൻ്റെ. ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ വെറ്റിനറിയുടെ ഒക്കെ വരാനിരിക്കും. അതെ അതെ. സാർ, അപ്പോൾ ഈ ഒരു ഇനി വരുന്നൊരു ഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റ് കോട്ടയെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർ നോക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ കേരളത്തിലുള്ള MBBS BDS പിന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ 11 കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമുള്ള കോഴ്സുകൾ, കേരള എഞ്ചിനീയറിംഗ് അഡ്രസ് വെച്ചിട്ടുള്ള BTech പ്രവേശനം, BPharm-ൻ്റെ പ്രവേശനം, ഇങ്ങനെ ഒരു കുട്ടിക്ക് നേടാൻ കഴിയുന്ന ധാരാളം ചാൻസുകൾ എല്ലാവരും നോക്കി വെച്ചിട്ടുണ്ട്. അതിൽ MBBS BDS-ൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടിക്ക് ഗവൺമെൻറ് MBBS ആണ് വേണ്ടതെങ്കിൽ ഇപ്പം കേരള അലോട്ട്മെൻറ്റ് വഴി ഇപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് 2ാം ഘട്ടത്തിലോട്ട് കൺഫർമേഷൻ കൊടുക്കാം. 2ാം ഘട്ടത്തിലും കഴിഞ്ഞിട്ട് 3ാം ഘട്ടത്തിലോട്ട് കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് MBBS കിട്ടുന്നവർക്ക് കേരളത്തിൻ്റെ 3 അലോട്ട്മെൻറ്റുകൾക്കോട്ട് അപ്ഗ്രേഡ് ചെയ്തു പോകും. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് സെക്കൻഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം, തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഒപ്പം ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു ചാൻസ് നോക്കുകയും ചെയ്യാം. ഇനി ഈ ഘട്ടത്തിൽ ഒന്നും കിട്ടിയില്ല,
കേരള വഴിയും 3 ഘട്ടത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല, ഓൾ ഇന്ത്യ വഴിയും ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ 4ാം ഘട്ട സ്ട്രേ വേക്കൻസിയിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു 200ഓളം സീറ്റുകൾ ഒഴിവ് വരും. കേരളത്തിലും ഒരു 10-20 സീറ്റുകൾ ഒഴിവ് വരും. അതിലോട്ട് സ്ട്രേ വേക്കൻസിയിൽ വീണ്ടും നമ്മുടെ സാധ്യതകൾ നോക്കാം. ഗവൺമെൻറ് മേഖലയിലുള്ള MBBSന് വേണ്ടിയിട്ട്. സ്വകാര്യ മേഖലകളിലുള്ള MBBS നമുക്കറിയാം കേരള അലോട്ട്മെൻറ്റ് വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ, ഓൾ ഇന്ത്യ വഴി കിട്ടുകയില്ല. കേരളത്തിൽ തന്നെയാണ് ആ സീറ്റുകൾ മുഴുവൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ 8247 വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് മെറിറ്റിന് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ. അത് 9500, 10,000, 11,000 വരെയൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സ്ട്രേ വേക്കൻസി വരെ മുമ്പോട്ട് പോകും. ഇപ്പോൾ പുതിയ 2 കോളേജുകളുടെയൊക്കെ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുണ്ട്. ചിലപ്പോൾ 2ാം ഘട്ടത്തിൽ തന്നെ പുതിയ കോളേജുകളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് സ്ട്രേ വേക്കൻസി വരെ ഇപ്പോൾ ഒരു 11,000 റാങ്കിനടുത്ത് വരെയൊക്കെ കേരള മെഡിക്കൽ പ്രവേശനം സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ളത് പ്രവേശനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയും 1ാം ഘട്ടത്തിന് 2ാം പ്രവേശനം നേടിയവർക്ക് 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 3ലോട്ടും അപ്ഗ്രേഡ് ചെയ്യാം. ഒന്നും കിട്ടാത്തവർക്ക് എല്ലാത്തിലും ചാൻസ് നോക്കാം. ഇല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലോട്ട് അവിടെയും പ്രവേശന സാധ്യതകൾ നോക്കാം. പക്ഷേ സ്ട്രേ വേക്കൻസിയിൽ ധാരാളം വളരെ കുറച്ച് സീറ്റുകൾ, 10-25 സീറ്റുകളൊക്കെ ഒഴിവ് വരാറുള്ളൂ. ഇല്ലെങ്കിൽ തമിഴ്നാടോ കർണാടകയോ ആന്ധ്രയോ തെലങ്കാനയോ പോണ്ടിച്ചേരിയോ ഒക്കെ പ്രവേശനം അവരുടെ സാധ്യത നോക്കാം. അപ്പോൾ 550, 520, 500 മാർക്കൊക്കെ ഉള്ളവർക്ക് ഏകദേശം 10 ലക്ഷം 11 ലക്ഷം രൂപയുടെയൊക്കെ വാർഷിക ഫീസ് അനുസരിച്ചുള്ളൊരു MBBS ആണ് നോക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ സ്ട്രേ വേക്കൻസി, കർണാടകത്തിൻ്റെ സ്ട്രേ വേക്കൻസി, ആന്ധ്ര തെലങ്കാനയുടെ സ്ട്രേ വേക്കൻസി, ആന്ധ്രയിലും തെലങ്കാനയിലും 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും സ്ട്രേ വേക്കൻസിലൊക്കെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ 13.5 ലക്ഷം രൂപയുടെ, അവിടെ തമിഴ്നാട്ടിൽ 13.5 ലക്ഷം ആണെങ്കിലും പിന്നെ 4 ലക്ഷം കൂടെ ചിലവുണ്ട്, ഏതാണ്ട് 17.5 ലക്ഷം വരും. പോണ്ടിച്ചേരിയിലും 17.5 ലക്ഷം വരും. ആന്ധ്ര തെലങ്കാനയിൽ ഏതാണ്ട് 11 ലക്ഷത്തോളം വരും. കർണാടകയിൽ 12 ലക്ഷത്തോളം വരും. അപ്പോൾ ഈ ഫീസ് ഘടനയിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സ്ട്രേ വേക്കൻസി വരെ ആ സ്റ്റേറ്റുകളിലൊക്കെ നോക്കാം. അങ്ങനെ MBBS PDS പ്രവേശനം അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഇതിനെ പാരലായിട്ട് തന്നെ അതിലും നോക്കാം. ഇപ്പം എങ്ങാനും ഈ ഫീസ് സ്ട്രക്ചർ നമുക്ക് പറ്റില്ലാത്തതാണ്, സെൽഫ് ഫിനാൻസിൽ ഇത്ര ഉയർന്ന ഫീസ് കൊടുക്കാൻ നമുക്ക് എങ്കിൽ ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശന സാധ്യതകൾ. അഗ്രികൾച്ചറിന് 4 കോളേജുകളുണ്ട്. കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് തീരുമ്പോൾ 10,000 കഴിഞ്ഞ് 15,000 വരെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു 7,000, 8,000 വരെ വന്നുള്ളെങ്കിൽ പോലും 2ാം ഘട്ടമാകുമ്പോഴേക്കും ഏതാണ്ട് 10,000-ത്തിനടുത്തോട്ട് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് അഗ്രികൾച്ചർ പ്രവേശനം കിട്ടും. വെറ്റിനറി സ്വാഭാവികമായിട്ടും കേരള മെഡിക്കൽ റാങ്ക് 5,000 വരെയൊക്കെ ആയിരിക്കും വരാൻ സാധ്യത. 2 കോളേജുകൾ മാത്രമല്ലേ ഉള്ളൂ. ആയുർവേദത്തിന് 6 ഗവൺമെൻറ് കോളേജുകളും 12 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ആയുർവേദം എന്താണെങ്കിലും ഒരു 10,000 കഴിഞ്ഞിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പോകും. സെൽഫ് ഫിനാൻസിങ് ആയുർവേദം ഏതാണ്ട് 25,000-ത്തിനടുത്ത് 2,82,000 രൂപയാണ് സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന് ഫീസ്. 12 കോളേജുകളാണ് ഉള്ളത്. അത് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 25,000 റാങ്കിനപ്പുറത്തേക്ക് പ്രവേശനം നീണ്ടുപോകും. ഹോമിയോ 5 കോളേജിലാണുള്ളത്. ഹോമിയോയ്ക്കാണ് ഏറ്റവും ഫീസ് കുറഞ്ഞ് നമുക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കാൻ സാധിക്കുന്നത്. 1,260 രൂപ മാത്രമേ ട്യൂഷൻ ഫീസ് ഉള്ളൂ 6 ഹോമിയോയ്ക്ക്. ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 15,000, 16,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് ഹോമിയോ പ്രവേശനം കിട്ടും. ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, പിന്നെ തൃശ്ശൂർ അഗ്രികൾച്ചർ കോളേജിലെ 3 കോഴ്സുകൾ, അങ്ങനെ 11 കോഴ്സുകളിൽ ഗവൺമെൻറ് മേഖലയിലുള്ള 9 കോഴ്സുകളിൽ ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ സിദ്ധയും യുനാനിയും പ്രൈവറ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 9 കോഴ്സുകളിലും പ്രൈവറ്റിലുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റാണ് നോക്കുന്നതെങ്കിൽ പോലും 10,000 റാങ്കിന് അപ്പുറത്തേക്ക് തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിൽ വരും, ആയുർവേദം വരും, ഹോമിയോ വരും, ഫിഷറീസ് വരും, ഫോറസ്ട്രി വരും. അതെല്ലാം ഈ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം വരും. ഏതാണ്ട് 10-ാം തീയതി 11-ാം തീയതി ആകുമ്പോഴേക്കും ആ അലോട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യും. CUET-യുടെ ഫിസിക്സ് കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി, ബയോളജിയുടെ വെച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ അതിൻ്റെ ആദ്യഘട്ട പ്രവേശനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും സാധ്യതകളുള്ള നമ്മളിപ്പം CUET വഴിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഡിഗ്രി പ്രവേശനം. അതുപോലെ തന്നെ അഗ്രികൾച്ചറിനും അഗ്രികൾച്ചർ അനുബന്ധ പ്രോഗ്രാമുകൾക്കും ഇന്ത്യയിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമുകളാണ് ഈ CUET-യുടെ വഴി ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം. ഏതാണ്ട് 52ഓളം യൂണിവേഴ്സിറ്റികളിൽ ഈ BSc അഗ്രികൾച്ചർ പ്രവേശനം കിട്ടുന്നുണ്ട്. അതിൽ ഈ IRIയുടെ നേരിട്ടുള്ള 6ഓളം ക്യാമ്പസുകളിൽ ഈ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വഴിയാണ് പ്രവേശനം. അവിടെയൊക്കെ സ്കോളർഷിപ്പോടുകൂടി തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഡൽഹിയും തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ CUET-യുടെ അലോട്ട്മെൻറ്റ് വഴി നടക്കും. ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഓൾ ഇന്ത്യ വെറ്റിനറി ഇതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക ഒക്കെ
നമ്മുടെ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് അതിൻ്റെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതും 10-ാം തീയതി ആകുമ്പോഴേക്കും അലോട്ട്മെൻറ്റ് വരും. പിന്നെ നമുക്കറിയാം AFMC MBBS എത്രയോ പേർക്ക് ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. 110 ആൺകുട്ടികളും 35 പെൺകുട്ടികളെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ 10-ാം തീയതി മുതൽ അവിടെ അവരുടെ ക്ലാസ്സുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയോ സീറ്റ് എടുത്തവരുണ്ടാകാം. ആ സീറ്റൊക്കെ റിസൈൻ ചെയ്തിട്ട് അവർ AFMCയിൽ പഠിക്കാൻ പോവുകയാണ്. 1 രൂപ പോലും AFMCയിൽ ചിലവില്ല. യാത്രാ ചെലവോ ട്യൂഷൻ ഫീസോ ഫുഡിനോ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതിനോ ഒന്നിനും പൈസ ഇല്ലാതെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലോട്ടാണ് അവർ കടന്നു പോകുന്നത്. ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ പഠിച്ച കുട്ടികളായിരുന്നു. ആ ഇൻ്റർവ്യൂവിനവിടെ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ അവർ പോലും കോട്ടയത്ത് അല്ല കേരളത്തിൽ നിന്നാണെങ്കിൽ ബ്രില്യൻ്റ് നിന്നാണല്ലോ എന്നുള്ള നമ്മളിപ്പം അതിശയകരം തീർച്ചയായിട്ടും അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളൊരു ചെറിയൊരു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്ന നമുക്ക് നാഷണൽ ലെവലിൽ ഇത്രയധികം അംഗീകാരം ഈ 2024 കിട്ടുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. അപ്പം ധാരാളം കുട്ടികൾക്ക് ഈ 145 സീറ്റേ ഉള്ളൂ, ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ അത്രയധികം കുട്ടികൾ നമ്മുടെ കടന്നു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം പിന്നെ നമ്മൾ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ അനുസരിച്ച് 3 ഘട്ട അലോട്ട്മെൻറ്റ് കേരള എഞ്ചിനീയറിങ്ങിൻ്റെ കഴിഞ്ഞ് അവരുടെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നു. BPharmൻ്റെ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയുടെ റാങ്ക് അനുസരിച്ചുള്ള BPharmൻ്റെ പ്രവേശനം 3 ഘട്ട അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം 2024-25 അധ്യയന വർഷത്തിലെ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിച്ച എല്ലാവരും തന്നെ അവരുടെ സ്വപ്ന സമാനമായ കോളേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ MBBSൻ്റെയും BDSൻ്റെയും ക്ലാസ്സുകൾ ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയെ ആരംഭിക്കുകയുള്ളൂ. ഇപ്പം BDSൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതല്ല. BDSന് ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 55,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. കേരള റാങ്ക് ആണെങ്കിൽ ഏതാണ്ട് 5,000-ന് ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയും പ്രവേശന സാധ്യതകൾക്കനുസരിച്ച് ഓൾ ഇന്ത്യ ലെവലിലോ കേരള വഴിയോ പ്രവേശനം എടുക്കാനായിട്ട് സാധിക്കും. ഈ നീറ്റിനെയും അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിങ്ങിനെയും അല്ലെങ്കിൽ CUET ആണെങ്കിലും BPharm ആണെങ്കിലും ഒക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിച്ച വ്യക്തികൾ അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ട് കിട്ടുന്നൊരു കോളേജിൻ്റെ കിട്ടുന്നൊരു സമയവും അഡ്മിഷൻ എടുക്കുന്ന സമയവും ക്ലാസ് തുടങ്ങുന്ന സമയമൊക്കെയാണ് ഈ സെപ്റ്റംബർ ഓണക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് BSc നേഴ്സിങ്ങിൻ്റെ. BSc നേഴ്സിംഗ് കേരളത്തിൽ +2 മാർക്ക് വെച്ചിട്ടാണ് എടുത്തത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ പ്രവേശനം അത് നീറ്റ് വെച്ചിട്ടായിരുന്നു. മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ കുട്ടികൾക്ക് ഈ 14-ാം തീയതി വരെയൊക്കെ ഡൽഹിയിൽ വെച്ച് അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് മിലിറ്ററി നേഴ്സിങ്ങിനായിട്ട് പോകുന്നുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി 5 കോളേജുകളിൽ നേരിട്ട് BSc നേഴ്സിംഗ് പ്രവേശനമുണ്ട്. 575 മാർക്ക് വരെയുള്ളവർക്ക് ഇപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം റെപ്യൂട്ടേഷനും റെമ്യൂണറേഷനും കിട്ടുന്ന, ജീവിതത്തിൽ ഒരിക്കൽ പോലും പൈസ എന്ന് പറയുന്നത് ഒരു ചിന്തിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധർ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാത്തൊരു പ്രോഗ്രാമാണ് BSc നേഴ്സിംഗ്. പഠിത്തം കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അധികം റെമ്യൂണറേഷനിൽ നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഏറ്റവും നല്ല റെപ്യൂട്ടേഷനോട് ജോലി ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖല, ഏറ്റവും അധികം ഡിഫറൻറ്റ് പഠനങ്ങൾ നടക്കുന്ന, അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള ധാരാളം പ്രോഗ്രാമുകളിൽ പഠനം നടക്കുന്നതാണ് BSc നേഴ്സിംഗ് പ്രോഗ്രാം. അപ്പം അതിലോട്ടൊക്കെ നമ്മുടെ കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ ക്ലാസ്സുകളും താമസിയാതെ എയിംസിൽ 2 ഘട്ട എയിംസിന് സ്വന്തമായിട്ട് പരീക്ഷ ഉണ്ടായിരുന്നു. 2 ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഓപ്പൺ റൗണ്ട് നടക്കാൻ പോകുന്നു. ജിപ്മർ BSc നേഴ്സിംഗ് അത് നീറ്റ് വെച്ചിട്ടാണ്. അതിപ്പം ഉടനെ നോട്ടിഫിക്കേഷൻ വിളിക്കും. പക്ഷേ ജിപ്മറിൽ BSc നേഴ്സിംഗും പാരാമെഡിക്കലും നീറ്റ് വെച്ചിട്ടാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച തന്നെ വരും. അപ്പം 2024-25 അധ്യയന വർഷത്തിൻ്റെ ഏതാണ്ട് എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും ഈ ഒരാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നടക്കും. അതിൻ്റെ ബാക്കി അനുബന്ധ അലോട്ട്മെൻറ്റുകൾ ഒക്ടോബർ അവസാനം വരെ ഉണ്ടാവുമെങ്കിലും റാങ്കിൻ്റെയും മാർക്കിൻ്റെയും റിസർവേഷൻ്റെയും സ്റ്റേറ്റ് കോട്ടകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 90% നമുക്ക് ഏതാണ് കിട്ടാൻ പോകുന്നതെന്ന് ഈ ആഴ്ച തന്നെ അറിയാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ 3-ാം ഘട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ആളുകൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സംശയങ്ങൾ നമ്മളിപ്പം 90% സീറ്റുകൾ ഫില്ലാകും എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും ആഗ്രഹം ഒന്നും കൂടെ മെച്ചപ്പെട്ട് നിൽക്കുകയെന്ന് തന്നെയാണ്. അതുകൊണ്ട് ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റാതിരിക്കും, എങ്ങനെ പൈസ പോകും, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ എന്നാലും എല്ലാവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ആളുകളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു സംശയങ്ങൾ സാർ ആർക്കൊക്കെ പങ്കെടുക്കാം, സ്റ്റേറ്റിൽ നിന്ന് ഓൾ ഇന്ത്യയിലോട്ട് പോകാമോ, ഓൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് വരാമോ, മെഡിക്കൽ അലൈഡ് കോഴ്സിൽ നിന്ന് അങ്ങോട്ട്
മെഡിക്കലിലോട്ട് പോകാമോ, എഞ്ചിനീയറിംഗിൽ നിന്ന് മെഡിക്കലോട്ട് വരാമോ, BDSൽ നിന്ന് MBBS ധാരാളം ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. തീർത്തും കാരണം നമ്മൾ പറഞ്ഞല്ലോ പ്രവേശനത്തിന് ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ടെന്നൊക്കെ, അവസാന ഘട്ടം അല്ലെങ്കിൽ പോലും പകുതിയായിട്ടുള്ളെങ്കിൽ പോലും 90% പോകുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ആവലാതികളുണ്ടാവും. മൂന്നാം ഘട്ടത്തിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിൽ പോലും ഓൾ ഇന്ത്യയിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ, ഓൾ ഇന്ത്യ കോട്ട MBBSലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് വന്നു. ആ സീറ്റിൽ നമ്മൾ പോയി ചേർന്നാൽ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് നമുക്ക് പോകാം. കേരള അലോട്ട്മെൻറ്റ് വന്നു, കേരളത്തിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് വന്നു. കേരള അലോട്ട്മെൻറ്റിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ കേരളത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലോട്ട് പോകാം. പക്ഷേ നമുക്ക് കർണാടകമോ തമിഴ്നാടോ വന്ന് വിചാരിക്കുക, സ്റ്റേറ്റ് കോട്ട, അവിടുത്തെ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്കും നമ്മൾ അവിടെ പോയി എടുക്കുന്ന പ്രൈവറ്റ് സീറ്റുകൾക്കും, കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അവിടുത്തെ സ്റ്റേറ്റ് കോട്ട വഴി, ഓൾ ഇന്ത്യ കോട്ടയല്ല, അവിടുത്തെ സ്റ്റേറ്റ് കോട്ട വഴി, ഇപ്പോൾ ഉദാഹരണത്തിന് സെൻറ്റ് ജോൺസോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സീറ്റോ തമിഴ്നാട്ടിലൊരു പ്രൈവറ്റ് സീറ്റോ ഒക്കെയാണ് രണ്ടാം ഘട്ടത്തിൽ എടുക്കുന്നതെങ്കിൽ ആ കോളേജിലാണ് അവർ പഠിക്കുന്നത്. പിന്നെ അവർക്കൊരു അപ്ഗ്രഡേഷൻ ഇല്ല, അവർക്ക് അവിടുന്ന് കോളേജിൽ നിന്ന് മാറാനും പറ്റില്ല. അവർക്കിപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ പൈസ എല്ലാം നഷ്ടപ്പെടും. ഈ രണ്ടാം ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കുക, രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളൊരു കോളേജിൽ ചേർന്നാൽ അത് MBBS ആകാം, BDS ആകാം, ഗവൺമെൻറ് മേഖലയായിരിക്കാം, സ്വകാര്യ മേഖലയായിരിക്കാം, അതിൻ്റെ തൊട്ട് അപ്ഗ്രഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടെ മൂന്നാമതുണ്ട്, പോകാം, പൈസയൊന്നും നഷ്ടപ്പെടുകയില്ല, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ട. കേരളത്തിൽ മൂന്നാം ഘട്ടമുണ്ട്, അപ്പോൾ കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് ചേർന്ന് കഴിഞ്ഞാലും മൂന്നാം ഘട്ടത്തിലോട്ട് പോകാം. ഗവൺമെൻറ് മേഖല കിട്ടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, മാറാം, അവിടെയൊന്നും കുഴപ്പമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സെൻറ്റ് ജോൺസിലോട്ട് പോകണം, ഇവിടെ നിന്ന് CMC വെല്ലൂരിലോട്ട് പോകണം, കേരള കോട്ടയിൽ നിന്ന് അങ്ങനെ മാറണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മളൊരു കോളേജിൽ ചേർന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു മേഖലയിലോട്ട് മാറുമ്പോൾ നമുക്ക് പൈസ നഷ്ടമുണ്ടാകാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ നമ്മളൊരു കോളേജിൽ ചെന്ന് ചേരുകയാണെങ്കിൽ നമ്മൾ പൈസ അടച്ച് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് രണ്ടാം ഘട്ടത്തിൽ ഒരു കോളേജിൽ ചേരുകയാണെങ്കിൽ ഒരു 90% നമ്മൾ ചിലപ്പോൾ ഇവിടെ അയക്കാം. ആ മനസ്ഥിതിയോടുകൂടി വേണം പോയി ചേരാനായിട്ട്. അതിൻ്റെ തന്നെ ഒരു അപ്ഗ്രഡേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഒരു മനസ്ഥിതിയോടുകൂടി വേണം രണ്ടാം ഘട്ടത്തിൽ പോയി ചേരാനായിട്ട്. അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് നമുക്ക് വേണ്ടാന്നൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. കേരള കോട്ടത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ടൊക്കെ TC കിട്ടാനായിട്ട് പാടാണ്, അല്ലെങ്കിൽ പൈസ ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയായിരിക്കാം, കേരളത്തിൻ്റെ സ്വകാര്യ മേഖലയായിരിക്കാം, കർണാടകത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മേഖലയായിരിക്കാം, തമിഴ്നാടിൻ്റെ സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആയിരിക്കാം. ഇനി നിങ്ങൾ രണ്ടാം ഘട്ടത്തിലൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഇനി അപ്ഗ്രഡേഷന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റൊരു അലോട്ട്മെൻറ്റ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ MBBS BDSൽ ചേരാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ തന്നെ അപ്ഗ്രഡേഷൻ ഉണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ധാരാളം പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് രജിസ്ട്രേഷൻ ഫീസ് ആകാം, ട്യൂഷൻ ഫീസ് ആകാം, സ്പെഷ്യൽ ഫീസ് ആകാം, ഏതെങ്കിലുമൊക്കെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ മെഡിക്കൽ അലൈഡ് കോഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്, അഗ്രികൾച്ചറിലോ വെറ്റിനറി ആയുർവേദമുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലാണ് നിൽക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും MBBSലോ BDSലോട്ടോ പോകാം. കേരളത്തിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ട്രേ പോകാം. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ്, തേർഡ്, ഓൾ ഇന്ത്യയുടെ സ്ട്രേ അങ്ങോട്ട് പോകാം. കർണാടകത്തിലോട്ടോ അങ്ങോട്ടൊക്കെ പോകാം, യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് ഉണ്ടെങ്കിലും ഇനി പോയാൽ പോലും നമുക്ക് ചെറിയൊരു എമൗണ്ടിൻ്റെയൊക്കെ നഷ്ടമേ വരുന്നുള്ളൂ. ലിക്വിഡേഷൻ ഡാമേജിൻ്റെ ഒന്നും പരിധി ആദ്യം വരുന്നില്ല. നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പിന്നെ 2025ലോട്ടൊക്കെ പോകുമ്പോഴാണ് 75,000 രൂപയൊക്കെ ഈ അലൈഡ് കോഴ്സിലാണ് നിൽക്കുന്നതെങ്കിൽ 75,000 രൂപയൊക്കെ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പ്രശ്നം വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് 3 ഘട്ടം കഴിഞ്ഞു. ഇനി എഞ്ചിനീയറിംഗിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോയാലും MBBSലോട്ടോ BDSലോട്ടോ മെഡിക്കൽ അലൈഡ് കോഴ്സിലോട്ടോ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിലോട്ട് പോയാൽ അടച്ച പൈസയെല്ലാം പോകും. കാരണം 3ാം ഘട്ടമായി. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് യഥാർത്ഥം തീർന്നു. ഇനി എഞ്ചിനീയറിംഗിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും എഞ്ചിനീയറിംഗിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോയാലും അവിടെ അടച്ച തുക മുഴുവൻ നഷ്ടപ്പെടും. പക്ഷെ പോകാം. B.Pharm-ലും അതുപോലെ തന്നെയാണ്. B.Pharm-ൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവിടെ അടച്ച തുകയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇനി അതിൻ്റെ അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് വരാനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ. പക്ഷേ പോകാനായിട്ട് അനുവദിക്കും എന്ന് മാത്രം. പക്ഷേ അലൈഡ് കോഴ്സുകളിലാണെങ്കിൽ ഇപ്പം അലോട്ട്മെൻറ്റ് വന്നിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ MBBS BDSൻ്റെ സ്ട്രേ വേക്കൻസി വരെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി BDSലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു BDS കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് അഗ്രികൾച്ചറോ വെറ്റിനറിയോ പോലുള്ള സീറ്റ് വേണമെന്നൊരാഗ്രഹമുണ്ട്.
ഇപ്പോൾ ഈ ആദ്യ ഘട്ടത്തിൽ വേണമെങ്കിൽ BDSൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറിക്കൊള്ളണം. ഒന്നെങ്കിൽ കിട്ടിയിട്ട് മാറണം, അല്ലെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് മാറണം. MBBS BDSൻ്റെ രണ്ടാം ഘട്ടത്തിലോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, രണ്ടാം ഘട്ടത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അപ്ഗ്രഡേഷൻ അല്ലാതെ റിസൈൻ ചെയ്ത് മെഡിക്കൽ അലൈഡ് കോഴ്സ് അഗ്രികൾച്ചറിലോ വെറ്ററിലോട്ടോ വരാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ നഷ്ടം ഉണ്ടാകും. വളരെ ഉയർന്ന ഫീസ് നമുക്ക് നഷ്ടം ഉണ്ടാകും. അപ്പം BDSൽ നിന്ന് അത് ഗവൺമെൻറ് മേഖലയായിരിക്കാം, സ്വകാര്യ മേഖല. ഇപ്പം നമ്മൾ ആ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുക, അവിടെ നിന്ന് മെഡിക്കൽ അലൈഡ് കോഴ്സിലോട്ടാണ് വരേണ്ടതെങ്കിൽ അഗ്രികൾച്ചർ വേണം, വെറ്റിനറി വേണം, ഓൾ ഇന്ത്യ വെറ്റിനറി വേണം, ജിപ്മർ നഴ്സിംഗ് വേണം, അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ മാറി നിന്നോണം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അങ്ങനെ സാധാരണ TC അനുവദിക്കാറില്ല. അല്ലെങ്കിൽ ഉയർന്ന ഫീസ് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അടച്ച ഫീസെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവിടുന്ന് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതിയാകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സീറ്റിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളിടത്ത് എത്തിയിട്ടുണ്ട്, ഏതാണ്ട് 90%. അവിടെ നിന്ന് അതിൻ്റെ തന്നെ തൊട്ടടുത്ത അപ്ഗ്രഡേഷൻ അനുവദിക്കും. റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് ഓർത്താൽ മതി. അതിൻ്റെ തന്നെ അടുത്ത ഘട്ടത്തിലോട്ട് പോയാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പൈസ നഷ്ടം ഉണ്ടാകുന്നില്ല. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ നിന്ന് ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് പോകാം, ഒരു പൈസയും നഷ്ടമില്ല. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട. നിങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും മൂന്നാമത്തെ ഘട്ടത്തിൽ പങ്കെടുക്കാം. ഓൾ ഇന്ത്യയിൽ പൈസ നഷ്ടപ്പെടുന്ന എവിടെയാണ്? അലോട്ട്മെൻറ്റ് വന്നു, ഓൾ ഇന്ത്യയിൽ നമ്മൾ പോകാൻ മേലാത്ത കോളേജൊക്കെ ഓപ്ഷൻ വെച്ചു, എന്നിട്ട് സീറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഇപ്പോൾ ഡീംഡ് കോളേജിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ അടച്ചു. ഡീംഡ് കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നു, നമ്മൾ എടുത്തില്ലെങ്കിൽ 2 ലക്ഷം രൂപ പോയി. എടുത്താലോ 4.5 വർഷം അവിടെ തന്നെ പഠിക്കും. മൂന്നാം ഘട്ടത്തിൽ അപ്ഗ്രഡേഷൻ കിട്ടിയാൽ മാറാം, ഇല്ലെങ്കിൽ ആ കോളേജിൽ 4.5 വർഷം പഠിക്കും, അല്ലെങ്കിൽ 5.5 വർഷം പഠിക്കും. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ. നമ്മൾ അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടച്ചിരിക്കുന്ന ഫീസൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ഇത്ര ഓർത്താൽ മതി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ചേരുകയാണെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ മാറാം, എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ റാങ്കിനും മാർക്കിനും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളിടത്ത് നമ്മൾ എത്തി എന്നൊരു വിചാരവും കൂടി നമ്മൾക്കുണ്ടാവുകയും ചെയ്യണം. സാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെട്ടത്, നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും. കാരണം നമ്മളുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പ്രവാസികളായിട്ടുള്ളവർ, അവരാണ് ഏറ്റവും അധികം നന്ദിയോടുകൂടി നമ്മളോട് ഈ കാര്യത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് അറിയാനുള്ള വലിയൊരു സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പം ഏത് രീതിയിലാണ് ഇതിനെയെല്ലാം നോക്കി കാണേണ്ടത്, എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം, ഏത് സമയത്താണ് ഇങ്ങോട്ട് വരേണ്ടത്, തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റ് ഷെഡ്യൂളിലൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കൃത്യമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു തയ്യാറെടുപ്പ്, തങ്ങളുടെ കുട്ടികളെ ഏത് മേഖലയിൽ എത്തിക്കണം, എത്രത്തോളം ഫീസ് സ്ട്രക്ചർ ആവും, എന്താണ് സാധ്യതയുള്ളത് എന്നൊക്കെ അവരിലേക്ക് എത്തിക്കാനായിട്ടൊരു 90% നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും, ഒരു പ്രോഗ്രാമിന് എല്ലാ പ്രോഗ്രാമിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. അത് ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും, നമ്മളിപ്പോൾ ഒരാളെയും നമ്മളിപ്പോൾ ബ്രില്യൻറ്റിൽ പഠിച്ച കുട്ടികളിൽ നിന്ന് മാത്രമോ നമുക്കൊരു വെബ്എക്സ് വഴി വേണമെങ്കിൽ നമ്മുടെ കുട്ടികളെ മാത്രമായിട്ട് അറിയിക്കുക എല്ലാ കാര്യങ്ങളും. അതിനപ്പുറത്ത് എല്ലാ മലയാളികളും, ലോകത്ത് എവിടെയുള്ള എല്ലാ മലയാളികളും ഈ മേഖലയെ തിരിച്ചറിയണം, എല്ലാ സാധ്യതകളും തിരിച്ചറിയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെപ്പോഴും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സാർ, നമ്മൾ 2025 ആ ഒരു മെഡിക്കൽ മേഖലയിലേക്കുള്ള തയ്യാറെടുപ്പിനായിട്ട് തീർച്ചയായിട്ടും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം 2025 മെയ് 4-ാം തീയതി നീറ്റ് എക്സാം ആയി. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമുക്ക് മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നിരവധി പ്രേക്ഷകരാണ് നമുക്ക് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ തന്നെ പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നീറ്റുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തു. കാരണം ഈ 2025 വേണ്ടി തയ്യാറെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണെന്നുള്ളത് ബാക്കി നമ്മുടെ പഴയ എപ്പിസോഡുകൾ കണ്ടാൽ അവർക്ക് 2024 എക്സ്പീരിയൻസ് കിട്ടും. എങ്കിൽ പോലും നമ്മുടെ ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം തന്നെ 2025 വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഷെയറിങ് തന്നെ ആയിരിക്കും. അപ്പോൾ 2025 എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി വെക്കാനുണ്ട്, പിന്നെ അവർ പ്രധാനമായും നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ആദ്യം അവരെല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് ഒരു കോളേജ് പ്രവേശനത്തിലോട്ട് എത്തിച്ചേർന്നത്, ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴായിരിക്കാം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത് എന്തായിരിക്കാം, അതിനുശേഷം ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയൊക്കെ ആയിരിക്കും ഞാൻ അപേക്ഷ കൊടുക്കേണ്ടത്, എനിക്ക് എത്ര രൂപയോളം
ഞാൻ കരുതേണ്ടതായിട്ട് വരും. ധാരാളം റിസർവേഷൻ ഒന്ന് കേട്ടിട്ടുണ്ട്. ഈ റിസർവേഷനൊക്കെ എനിക്ക് കിട്ടുമോ, അത് എങ്ങനെയൊക്കെയാണ് ആ റിസർവേഷനുകൾ നേടിയെടുക്കേണ്ടത്, അങ്ങനെ ധാരാളം കൺസേൺ. നമുക്കിപ്പോൾ ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ ഒരു 10 എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് 2025 ഫെബ്രുവരിയോടുകൂടി നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഏതാണ്ട് 1 മാസത്തോളം സമയമുണ്ടായിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട എല്ലാവർക്കും ഏതാണ്ട് 25 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുമ്പം വിദേശത്ത് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. ഓഫ്ലൈൻ തന്നെ ആകാനാണ് 99% സാധ്യത. മെയ് 4-ാം തീയതിയാണ് എക്സാം. ആപ്ലിക്കേഷൻ വിളിക്കുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ വർഷം 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് തിരിച്ചറിയൽ രേഖ കൂടുതൽ കർശനമാക്കും. അപ്പം നമുക്ക് ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ആധാർ അപ്ഡേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട്. അപ്പം ഒരു യൂണിക് ID വെച്ചിട്ട് മാത്രമേ ആപ്ലിക്കേഷനിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. കുട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ ആധാർ ഒരു മൊബൈലുമായിട്ട് അറ്റാച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലോഗിൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ ID നമ്പർ, ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ ചോദിക്കും. ആ ആധാർ നമ്പർ ഒരു മൊബൈലുമായിട്ട് കണക്റ്റഡാണ്. ആ മൊബൈൽ വരുന്ന OTP എൻട്രി ചെയ്താലേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കുട്ടികളും ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും അതൊരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യണം. വിദേശത്തുള്ളവർക്കാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യയിൽ നിന്ന് എടുത്ത പാസ്പോർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ വിദേശത്ത് നിന്ന് എടുത്തുകൊണ്ടായിരിക്കാം. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് മുമ്പോട്ട് അതിനകത്ത് OTP ഒന്നുമില്ല. പാസ്പോർട്ട് നമ്പർ പക്ഷേ വെരിഫൈ ചെയ്യും. അത് ഒറിജിനൽ പാസ്പോർട്ട് ആണോ, വെരിഫൈഡ് ആണോ നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ടേ കയറ്റി വിടുകയുള്ളൂ. അല്ലെങ്കിൽ ഡിജി ലോക്കറിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം. അതൊക്കെ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് ആധാർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് വെച്ച് കയറാം. ആധാറുമില്ല പാസ്പോർട്ടും ഇല്ലെങ്കിൽ ഡിജി ലോക്കറോ അല്ലെ ABCD ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ എല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും പുതിയൊരു കാർഡാണ് ABCD ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ ക്രെഡിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിർബന്ധമാണ്. രണ്ടാമത് അഡ്രസ് പ്രൂഫ്. നമ്മൾ മെയ് 4-ാം തീയതി എവിടെയാണ് പരീക്ഷ എഴുതുന്നത്? നമ്മൾ വിദേശത്തായിരിക്കാം പരീക്ഷ എഴുതുന്നത്, പല ജില്ലകളിലായിരിക്കാം പരീക്ഷ എഴുതുന്നത്. കോഴിക്കോടുള്ള ഒരു കോട്ടയത്തായിരിക്കാം പരീക്ഷ എഴുതുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ ആയിരിക്കാം പരീക്ഷ എഴുതുന്നത്, തിരുവനന്തപുരത്തായിരിക്കാം. എന്താണ് അവിടെ പരീക്ഷ എഴുതാൻ കാര്യം? അഡ്രസ് പ്രൂഫ് 2023 ഉണ്ടായിരുന്നു. പക്ഷേ 24 ഒഴിവാക്കി. സുപ്രീം കോടതി നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് 25 അഡ്രസ് പ്രൂഫ് ചോദിക്കും. അപ്പം അത് വലിയ പാടുള്ളതൊന്നുമല്ല, വെരിഫൈ ചെയ്യുന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ, ഒരു മാൽ പ്രാക്ടീസ് വന്നാൽ എന്തിനാണ് ഇയാൾ ഇവിടെ പരീക്ഷ എഴുതുന്നത് നോക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഒന്നുകിൽ ബ്രില്യൻ്റ് ID കാർഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ്, നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ്, സ്കൂളിൻ്റെ ID കാർഡ് ഏതെങ്കിലും മതിയാകും, സ്കൂളിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എവിടെയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്? വിദേശത്താണെങ്കിൽ അവിടുത്തെ അഡ്രസ് പ്രൂഫ്, നമ്മുടെ റെൻ്റ് അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അവിടെയൊക്കെ UE കാർഡൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും പേരൻസിൻ്റെ ആകാം, കുട്ടിയുടെ ആവാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ID പ്രൂഫും കൂടി തവണ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യത്തെ നീറ്റ് ആപ്ലിക്കേഷൻ ആ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാറ്റഗറി ഉണ്ടെങ്കിൽ OBC ആയിരിക്കാം, EWS ആയിരിക്കാം, SC ആയിരിക്കാം, ST ആയിരിക്കാം, PWD, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഇതൊക്കെ ആണെങ്കിൽ അപ്പോഴേ നമ്മൾ പറയണം. ഇഴവയോ മുസ്ലിമോ ലാറ്റിൻ കാത്തലിസോ എന്തുമാവട്ടെ, തഹസീൽദാരിൽ നോൺ ക്രിമിനൽ കിട്ടുന്നവരാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പറയണം. സർട്ടിഫിക്കറ്റ് വേണ്ട, പക്ഷെ പറയണം നമ്മുടെ കാറ്റഗറി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ EWS ആണെങ്കിൽ തഹസീൽദാരിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് പറയണം EWS ആണെന്ന്, സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ അതും ഓർത്ത് വെക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാറ്റഗറി എന്താണെന്നുള്ളത് പറയണം. അതിനുശേഷം കേരളയുടെ ആപ്ലിക്കേഷൻ മാർച്ച് മാസത്തിൽ വരും. അവിടെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കേരളത്തിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യും അതെനിക്ക് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത്. കേരളത്തിലെ എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്. അത് വരുന്ന എപ്പിസോഡിൽ കേരളത്തിൽ എന്താണ് എലിജിബിലിറ്റി, കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, അല്ലെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ എന്താണെന്ന് വേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. NRI ആയിട്ട് ഇപ്പം വിദേശത്താണുള്ളവർ, അവർ NRI തന്നെ അപ്ലൈ ചെയ്യണോ? വേണ്ട.
അവർക്ക് ഇന്ത്യനാണ്, ഇവിടുത്തെ ഗവൺമെൻറ് സീറ്റ് മതി, ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ സീറ്റ് മതി എന്നുണ്ടെങ്കിൽ NRI ആയിട്ട് അപ്ലൈ ചെയ്യൊന്നും വേണ്ട, ഇന്ത്യൻ എന്ന് പറഞ്ഞ് തന്നെ അപ്ലൈ ചെയ്താൽ മതിയാകും. അതല്ല, ഡീംഡ് പോലെയുള്ള വളരെ ഉയർന്ന ഫീസ് ഉള്ളിടത്ത് വലിയ ഉയർന്ന ഫീസിൽ NRI പഠിപ്പിക്കുകയാണെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ NRI എന്ന് വെക്കാം. അതല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സീറ്റോ ഇവിടുത്തെ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റിനോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, വിദേശത്താണെങ്കിൽ പോലും നമ്മൾ 20 വർഷത്തായിട്ട് വിദേശത്താണ് അച്ഛനും അമ്മയും, പഠിച്ചത് വിദേശത്താണ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നീറ്റിന് NRI എന്ന് അപ്ലൈ ചെയ്യേണ്ടതില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് സീറ്റുകൾക്കും. ഇവിടെ ജനിച്ച് ഇവിടെ പഠിച്ച ഒരാളുടെ എല്ലാ അവകാശങ്ങളും വിദേശത്ത് വസിക്കുന്നവർക്കും ഉണ്ട്, NRI ആണെങ്കിൽ പോലും. അതും ഓർമ്മയിലിരിക്കട്ടെ. അപ്പം വരുന്ന എപ്പിസോഡുകൾ ഓരോ സർട്ടിഫിക്കറ്റ്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരിയിൽ, കേരളയുടെ ആപ്ലിക്കേഷൻ മാർച്ച് മാസത്തിൽ, പരീക്ഷ മെയ് 4-ാം തീയതി. അപ്പോൾ ജൂൺ 10 അല്ലെ 12 തീയതികളിലൂടെ ആയിരിക്കും നീറ്റ് 2025 റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു മാസക്കാലത്തോളം അവരുടെ ഒരു അനാലിസിസും ഡേറ്റാബേസ് തയ്യാറെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ കാണേണ്ട സമയം, കുട്ടി നേരിട്ട് എന്താണെങ്കിലും പ്രവേശനം വേണം. അപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ കുട്ടി ഇവിടെ കേരളത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പൈസ, ഇപ്പം നമ്മൾ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ, സ്വകാര്യ മേഖലയാണെങ്കിൽ, ഡീംഡ് മേഖലയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ട സമയമാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് വേണ്ട സമയങ്ങളാണ്. അപ്പം ഈ ഒരു സമയമായിരിക്കും അഡ്മിഷൻ, കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. സെപ്റ്റംബറിലായിരിക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത്. ഇത് ഏകദേശം ഒരു ഫ്ലോ ചാർട്ട് കൂടെ ഒരു മനസ്സിലുണ്ടായാൽ മതിയാകും. അടുത്ത വർഷത്തെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. നീറ്റ് 2024-നെയും നീറ്റ് 2025-നെയും സമീപിക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പോൾ അവർ ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്, 2024-നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത്, 2025-ൽ അതായത് വരുന്ന വർഷം നീറ്റിനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും എന്താണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശിവൻ സാർ ഈ പ്രോഗ്രാമിലുടനീളം നമ്മളോട് പങ്കുവച്ചു. ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പങ്കുവച്ചത്. ഇതോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടി പെടുത്തട്ടെ. ശിവൻ സാറ് 720 ഔട്ട് ഓഫ് 720 എന്ന് പറയുന്ന ശിവൻ സാറും മായറാണി മിസ്സും കൂടെ നമുക്കറിയാം, രണ്ടുപേരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ എങ്ങനെ ആയിരിക്കണം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ ഈ ഒരു നീറ്റ് ജേർണിയെ സമീപിക്കേണ്ടത് എന്നൊക്കെയുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും ആ ഒരു പ്രോഗ്രാമും കൂടി കാണണം. കാരണം നമ്മുടെ രാജ്യത്തെ ഒന്നാമനായ ശ്രീനൻ ശർമ്മിൽ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥിയുടെ അമ്മ ഈ ഒരു പ്രോഗ്രാം കണ്ടൊരു കാര്യം പങ്കുവെച്ചു. ആ ഒരു വാക്ക് നമുക്കൊന്ന് കേൾക്കാം. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ബ്രില്യൻറ്റിന്റെ വീഡിയോ സീരീസ് കാണുമ്പം ശിവൻ സാറിന്റെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. ഡ്രീം 720 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് കാണാറുണ്ടായിരുന്നു. ഞാൻ അതിലെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആ ഡ്രീം ഒരു റിയാലിറ്റിയായി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അവനത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ 720 ഔട്ട് ഓഫ് 720 എന്ന് പറയുന്ന സ്കോർ 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ കരസ്ഥമാക്കിയ ശ്രീനന്ദിൻ്റെ പേരൻറ്റ് പറയുന്ന കേട്ടു. അതിലൊരു പേരൻ്റ് ആവും വരുന്ന വർഷം നിങ്ങൾ ഓരോരുത്തരും എന്ന് നമുക്കൊരു ചെറിയ വിശ്വാസവും അതേ ഒരു പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ലോകമെമ്പാടും വരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.